ഫിസിക്സ് പോസ്റ്റിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് +2 ഫിസിക്സിലെ ചാപ്റ്റർ 5 ആയിട്ടുള്ള മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 3 വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പാർട്ട് 2 വീഡിയോ ആണ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് 3 വീഡിയോ ആണ്. നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രധാനമായിട്ടുള്ള കണ്ടന്റുകളിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഈ ചാപ്റ്ററിൽ പ്രധാനമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടന്റുകൾ ഇവയൊക്കെയാണ്. നമുക്ക് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ അത് ഡിസ്കസ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ മാഗ്നറ്റൈസിംഗ് ഫീൽഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പെർമിയബിലിറ്റി ആൻഡ് സസെപ്റ്റിബിലിറ്റി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. റിലേഷൻ ബിറ്റ്വീൻ പെർമിയബിലിറ്റി ആൻഡ് സസെപ്റ്റിബിലിറ്റി എന്നതിനെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം പിന്നെ അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ്, പാരാമാഗ്നറ്റിസം, ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ, പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാർട്ടിൽ എടുക്കാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മള് മെറ്റീരിയൽസിനെ, അപ്പം നമുക്കറിയാം ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടീനെ അടിസ്ഥാനമാക്കി മെറ്റീരിയൽസിനെ എന്ത് ചെയ്യാം, കുറെ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് പാര, ഡയ, ഫെറോ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇപ്പം ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കാൻ, അതായത് പ്രധാനമായും 4 മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പം ഈ പ്രധാനമായും ഒരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിന് മാഗ്നറ്റൈസിങ് മെറ്റീരിയൽ ആണെങ്കിൽ, അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രോപ്പർട്ടീസ് കാണിക്കാൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 പാരാമീറ്റേഴ്സ് കൺസിഡർ ചെയ്യണം. അപ്പൊ 4 പാരാമീറ്റേഴ്സ് അതൊക്കെ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പം ടു സ്റ്റഡി ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽസ് കൺസിഡർ 4 പാരാമീറ്റേഴ്സ്. ഒരു മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് 4 പാരാമീറ്റേഴ്സ് കൂടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും. അതിനെക്കുറിച്ച് ബ്രീഫായി ഡിസ്കസ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് പ്രോപ്പർട്ടീസ് ആണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയും. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഐ എന്നാണ്. ഓക്കെ, അപ്പം ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്താണെന്ന് പറയും. അതുപോലെ തന്നെ മാഗ്നറ്റൈസിംഗ് ഫീൽഡ്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ H ആണ്. അതുപോലെ തന്നെ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ മ്യൂ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് പെർമിയബിലിറ്റി റെപ്രസെന്റ് ചെയ്യുക. പെർമിയബിലിറ്റി മ്യൂ. ഓക്കെ, ഇനി അടുത്തായി പഠിക്കുന്നത് സസെപ്റ്റിബിലിറ്റി എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഒരു മെറ്റീരിയൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് 4 പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, ആൻഡ് സെക്കൻഡ് വൺ ദ പെർമിയബിലിറ്റി, ആൻഡ് തേർഡ് വൺ മാഗ്നറ്റൈസിംഗ് ഫീൽഡ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് ദ സസെപ്റ്റിബിലിറ്റി. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാണ്ട്, അപ്പം ആ കാര്യങ്ങളിലേക്ക് നമുക്ക് എന്താണെന്ന് പോകാം. ഓക്കെ, അപ്പം ഫസ്റ്റ് പഠിക്കാനുള്ള പ്രോപ്പർട്ടിയാണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. അതായത് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, അതിനെ ക്യാപിറ്റൽ I എന്നുള്ള ലെറ്ററിലാണ് നമ്മൾ സൂചിപ്പിക്കുക. അതെന്താണ് നമുക്ക് ആദ്യം പറയണം. ഓക്കെ, അപ്പം നമുക്ക് ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്രത്തോളം ഡൈപോൾ മൊമെന്റ് ഉണ്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിനെ പറയുന്നതാണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയാം. അതായത് യൂണിറ്റ് വോളിയത്തിൽ എത്രത്തോളം ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഡൈപോൾ മൊമെന്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം. ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ M ആണ്, അല്ലെങ്കിൽ സ്മോൾ m ആണ്, ഡിവൈഡർ ബൈ യൂണിറ്റ് വോളിയം. അതിനെ പറയുന്ന പേരാണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയാം. അത് ഈക്വൽ ടു ആണ് I എന്ന് പറയാം. ക്ലിയറാണല്ലോ. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്താ, ഡൈപോൾ മൊമെന്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം. അത് യൂണിറ്റ് വോളിയത്തിൽ എത്രത്തോളമാണ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുന്നത് എന്നതാണ് അതിന്റെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയാം. അത് ഈക്വൽ ടു I ആണ്. ക്ലിയറാണല്ലോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ദ ഡിഗ്രി വിത്ത് വിച്ച് ദ സബ്സ്റ്റൻസ് ഈസ് മാഗ്നറ്റൈസ്ഡ്. ഓക്കെ, അതായത് ഒരു വോളിയത്തിൽ എത്രത്തോളം സബ്സ്റ്റൻസ് ആണ് മാഗ്നറ്റൈസ് ചെയ്യുന്നത് അതിനെ പറയാൻ വേണ്ടിയാണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്, ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്രത്തോളമാണ് ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത് ഇതിനെ പറയുന്നതാണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയാം. ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ I ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ബ്രീഫായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം മനസ്സിലാക്കുക. ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്രത്തോളമാണ് ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്തത് അതിനെ പറയാണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, അല്ലെങ്കിൽ ദ ഡിഗ്രി അറ്റ് വിച്ച് സബ്സ്റ്റൻസ് ഈസ് മാഗ്നറ്റൈസ്ഡ്. ഇങ്ങനെയും നമുക്ക് വേണമെങ്കിൽ അതിനെ കുറിച്ച് പറയാം. അപ്പം ഇതെന്താ നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, അപ്പം ഇനി മാഗ്നറ്റൈസിംഗ് ഫീൽഡ് അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം അതിനെ റെപ്രസെന്റ് ലെറ്റർ ക്യാപിറ്റൽ H ആണ്. അപ്പം ക്യാപിറ്റൽ H വെച്ചിട്ടാണ് ഈ ഇതിനെ റെപ്രസെന്റ് ചെയ്യുക, മാഗ്നറ്റൈസിംഗ് ഫീൽഡ് എന്ന് പറയാം. അതെന്താന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു ബാർ മാഗ്നറ്റ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്റെ കയ്യിലൂടെ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ 2 പോൾസ് ഉണ്ട്, നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പം സപ്പോസ് നമുക്കറിയാം ഈ നോർത്ത് ടു സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഫ്രം നോർത്ത് ടു സൗത്ത് പോൾ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഉണ്ടാവുക. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം. അപ്പം ഇതാണ് നോർത്ത് ടു സൗത്തിലേക്ക് ഇവിടെ ഡയറക്ഷൻ ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈസ് ഫ്രം നോർത്ത് ടു സൗത്തിലേക്കായിരിക്കും. ഓക്കെ, ഈ ഒരു മാഗ്നറ്റിന്റെ ഫീൽഡിലാണ് സപ്പോസ് നമ്മൾ ഈ ഒരു മാഗ്നറ്റിന്റെ ഫീൽഡിൽ നമ്മളൊരു മെറ്റീരിയൽ കൊണ്ടുവയ്ക്കുക. ഒരു മെറ്റീരിയൽ ഇവിടെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഈ മെറ്റീരിയൽ എന്ത് ചെയ്യാം, മാഗ്നറ്റൈസ് ചെയ്യും.
ക്ലിയർ ആണല്ലോ. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മെറ്റീരിയൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ എന്ത് ചെയ്യുക, മാഗ്നറ്റ് ആയിട്ട് മാറും. ഓക്കെ, സപ്പോസ് അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ സപ്പോസ് ഒരു മാഗ്നറ്റിന്റെ അടുത്ത്, അപ്പോൾ നമുക്കറിയാം ഒരു മാഗ്നറ്റിന്റെ അടുത്ത് ഒരു പിന്ന് കൊണ്ടുവയ്ക്കുക. ഒരു പിന്ന് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അത് പരസ്പരമായിട്ട് അട്രാക്റ്റീവ് അല്ലേ. അപ്പൊ ഈ പിന്നിന്റെ മേലെ തൊട്ടടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു പിന്ന് കൊണ്ടുവച്ചാൽ അതൊരു മാഗ്നറ്റൈസ് ആയിട്ട് മാറും. അപ്പൊ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മെറ്റീരിയൽ അതിന് അട്രാക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പരസ്പരം അട്രാക്ട് ചെയ്യും. ഓക്കെ, അറിയാലോ. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്, ഒരു മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മെറ്റീരിയൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുക, മാഗ്നറ്റ് ആയിട്ട് മാറും. ഓക്കെ, അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്വഭാവം കാണിക്കും. ഓക്കെ, അതിന് നമുക്ക് ഇങ്ങനെ പറയാം, ദ ഫീൽഡ് വിച്ച് മാഗ്നറ്റൈസ് എ സബ്സ്റ്റൻസ്. ദ ഫീൽഡ് വിച്ച് മാഗ്നറ്റൈസ് എ സബ്സ്റ്റൻസ്, ഇതിനെ പറയുന്ന പേരാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. അത് ആ ഫീൽഡ് എന്ത് ചെയ്യുക, ആ വസ്തുവിനെ എന്ത് ചെയ്യുക, മാഗ്നറ്റ് ആക്കി മാറ്റും. ഇതിനെ പറയുന്നത് മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറയാം. അപ്പൊ ഒരു മാഗ്നറ്റൈസിങ് ഫീൽഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ഒരു വസ്തു കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ എന്ത് ചെയ്യുക, വസ്തുവിനെ മാഗ്നറ്റ് ആക്കി മാറ്റും. അതിനാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറയാം. എന്താണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകണം. ഓക്കെ, അപ്പം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം. മാഗ്നറ്റിക് ഫീൽഡിന്റെ റെപ്രസെന്റ് ലെറ്റർ ബി ആണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞത് ബി ആണ്. ഓക്കെ, പിന്നെ അതിൽ മാഗ്നറ്റൈസിങ് ഫീൽഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാഗ്നറ്റൈസിങ് ഫീൽഡിന് റെപ്രസെന്റ് ലെറ്റർ എച്ച് ആണ്. അപ്പൊ ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ആ റിലേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് ആദ്യം നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ബി ഈസിക്കൽ ടു, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസിക്കൽ ടു മ്യൂ എച്ച് എന്ന് പറയാം. എന്താണ് ബി ഈസിക്കൽ ടു മ്യൂ ഇൻറ്റു എച്ച്. മ്യൂ എന്ന് പറയുന്നത് പെർമിബിലിറ്റി എന്ന് പറയാം. മ്യൂവിനെ എന്താണ് പെർമിബിലിറ്റി എന്നാണ് പറയാം. എച്ച് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. ഓക്കെ, എച്ച് എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറയാം. എന്താണ് മാഗ്നറ്റൈസിങ് ഫീൽഡിനാണ് ഈ എച്ച്, മാഗ്നറ്റിക് ഫീൽഡിന് ബിയും. ഇവ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ബി ഈസിക്കൽ ടു മ്യൂ ഇൻറ്റു എച്ച്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് മാത്രം പഠിക്കാനുള്ള ആ ഇക്വേഷൻ മാത്രം പഠിച്ചിരിക്കുക. ബി ഈസിക്കൽ ടു മ്യൂ ഇൻറ്റു എച്ച്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഇവ തമ്മിലുള്ള റിലേഷൻ ആണ് ബി ഈസിക്കൽ ടു മ്യൂ ഇൻറ്റു എച്ച്. മ്യൂ എന്ന് പറഞ്ഞാൽ പെർമിബിലിറ്റി എന്നാണ് പറയാം. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പെർമിബിലിറ്റി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇനി പറയാനുള്ളത്, ഇപ്പൊ ഒരു ഫ്രീ സ്പേസിലാണെങ്കിൽ നമുക്ക് മ്യൂവിന് പകരം നമ്മൾ മ്യൂസീറോ നമുക്ക് എടുക്കാം. അപ്പം മ്യൂവിന് പകരം നമ്മൾ എന്തെടുക്കാം, ഒരു ഫ്രീ സ്പേസിലാണെങ്കിൽ മ്യൂസീറോ എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ബി ഈസിക്കൽ ടു മ്യൂസീറോ ഇൻറ്റു എച്ച് എന്ന് എഴുതാൻ പറ്റും. അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഈസിക്കൽ ടു മ്യൂസീറോ ടൈംസ് ദ മാഗ്നറ്റൈസിങ് ഫീൽഡ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ രണ്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ബി ഈസിക്കൽ ടു മ്യൂ എച്ച് ആൻഡ് ബി ഈസിക്കൽ ടു മ്യൂസീറോ എച്ച്. ഒരു ഫ്രീ ഫേസിലാകുമ്പോൾ മ്യൂസീറോ എച്ചും, നോർമൽ ഫേസിലാകുമ്പോൾ അല്ലെങ്കിൽ നോർമൽ ഫീൽഡിലാകുന്ന സമയത്ത് ബി ഈസിക്കൽ ടു മ്യൂ ഇൻറ്റു എച്ച് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇപ്പൊ നമ്മളിപ്പം പറഞ്ഞത് മാഗ്നറ്റൈസിങ് ഫീൽഡിനാണ്. അത് മാഗ്നറ്റൈസിങ് ഫീൽഡും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകണം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പെർമിബിലിറ്റി. അപ്പൊ എന്താണെന്ന് നമുക്ക് അത് നോക്കാം. ഇപ്പോൾ സപ്പോസ് എന്റെ കയ്യിൽ ഒരു മെറ്റീരിയൽ ഉണ്ട്. അപ്പൊ അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ആ മെറ്റീരിയൽ ഞാൻ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പൊ സപ്പോസ് അവിടെ സബ്സ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിലാണ് ആ മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയൽ ഞാൻ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് ഈ സബ്സ്റ്റൻസിലൂടെ പാസ് ചെയ്യുന്നത്. അതിനാണ് പെർമിബിലിറ്റി എന്ന് പറയാം. അത് പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് എടുക്കുക. അപ്പൊ സബ്സ്റ്റൻസ് എടുത്ത് ആ സബ്സ്റ്റൻസ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസിനുള്ളിൽ കൂടെ എത്രത്തോളമാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നത്. ഇതിനെ പറയുന്ന പേരാണ് പെർമിബിലിറ്റി എന്ന് പറയാം. എന്താണ് പെർമിബിലിറ്റി? അതിന്റെ റെപ്രസെന്റ് ലെറ്റർ മ്യൂ എന്നാണ്. എന്താണ് മ്യൂ? ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്, ദ ക്വാണ്ടിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ സബ്സ്റ്റൻസ് വെൻ പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മെറ്റീരിയൽ കൊണ്ടുവയ്ക്കുക കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസിനുള്ളിലൂടെ എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് പാസ് ചെയ്യുന്നത്. ഇതിനെ പറയുന്നതാണ് പെർമിബിലിറ്റി മ്യൂ എന്ന് പറയും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം പെർമിബിലിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി മ്യൂ എന്നുള്ള ലെറ്റർ ആണ്. അപ്പം മ്യൂ ഈക്വൽ ടു മ്യൂസീറോ ഇൻറ്റു മ്യൂ ആർ എന്നുള്ള ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. മ്യൂ ഈക്വൽ ടു മ്യൂസീറോ ഇൻറ്റു മ്യൂ ആർ. അതിൽ മ്യൂസീറോ എന്ന് പറഞ്ഞാൽ ഫ്രീ ഫേസിൽ ഉണ്ടാകുന്ന പെർമിബിലിറ്റി ആണ്. ഫ്രീ ഫേസിൽ ഉണ്ടാകുന്ന പെർമിബിലിറ്റി മ്യൂസീറോ എന്നും റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് പറയുന്നതാണ് മ്യൂ ആർ എന്ന് പറയാം. എന്താണ് മ്യൂ ആർ? അപ്പം മ്യൂ ആർ എന്ന റിലേറ്റീവ് പെർമിബിലിറ്റി ആണ്. മ്യൂസീറോ എന്ന് പറഞ്ഞാൽ പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അപ്പം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മ്യൂസീറോ ആൻഡ് മ്യൂ ആർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയാം, മ്യൂസിക്കൽ ടു മ്യൂസീറോ ഇൻറ്റു മ്യൂ ആർ. അപ്പൊ പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രീ സ്പേസിലെ പെർമിബിലിറ്റി ഇൻറ്റു റിലേറ്റീവ് പെർമിബിലിറ്റി. ഇതിനെ പറയുന്ന പേരാണ് മ്യൂ, അതായത് പെർമിബിലിറ്റി എന്ന് പറയാം.
ഓക്കെ. അപ്പൊ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, നമ്മുടെ കയ്യിൽ സബ്സ്റ്റൻസ് ഉണ്ട്, ആ സബ്സ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ട് പ്ലേസ് ചെയ്യാണ്. മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളമാണ് മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുന്നത് അതിനെ പറയുന്നതാണ് പെർമിയബിലിറ്റി എന്ന് പറയാം. ഓക്കെ, പെർമിയബിലിറ്റി. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് μ=μ0 × μr എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ റിലേറ്റീവ് പെർമിയബിലിറ്റി കാണാം. അപ്പൊ റിലേറ്റീവ് പെർമിയബിലിറ്റി കാണാൻ വേണ്ടി μr എന്താ μ/μ0 എന്ന് എഴുതി കൂടെ. ഓക്കെ, അപ്പം റിലേറ്റീവ് പെർമിറ്റിവിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഫ്രീ ഫേസിലെ പെർമിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, μ0 എന്ന് പറഞ്ഞാൽ എന്താ μ/μr കണ്ടാൽ മതി. അപ്പം ഫ്രീ ഫേസിലെ പെർമിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റിലേറ്റീവ് പെർമിറ്റിവ് ആണെങ്കിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫ്രീ ഫേസിലെ പെർമിറ്റിവിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പെർമിറ്റിവിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഓക്കെ, ഇനി സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ കൈ എന്നുള്ള ലെറ്ററിലാണ് സൂചിപ്പിക്കുക. കൈ ഇപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതാ, കൈ. ഓക്കെ, ഇങ്ങനെയാണ് കൈ റെപ്രസെന്റ്. എന്താണ് സസെപ്റ്റിബിലിറ്റി? ആ സ്പെല്ലിംഗ് ഇമ്പോർട്ടന്റ് ആണ്. സസെപ്റ്റിബിലിറ്റി അതെന്താ നമുക്ക് ആദ്യം പറഞ്ഞു നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ടു ദ മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. അപ്പം ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെന്റ് ലെറ്റർ ഐ ആണ്. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞാൽ ഐ ആണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഐ ഇതിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ടു ദ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എച്ച് എന്നുള്ള രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുക. ദ റേഷ്യോ ഓഫ് I/H. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ടു ദ മാഗ്നറ്റൈസിംഗ് ഫീൽഡ്, അതായത് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ടു ദ മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. ഇതിനെ പറയുന്ന പേരാണ് എന്താ, സസെപ്റ്റിബിലിറ്റി. കൈ എന്ന് പറയാം. എന്താണ് കൈ? അപ്പം കൈ ഈസിക്കൽ ടു I/H എന്ന് പറയാൻ പറ്റും. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡിവൈഡ് ബൈ മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. ഇതിനെ പറയുന്ന പേരാണ് കൈ എന്ന് പറയാം. എന്താണ് സസെപ്റ്റിബിലിറ്റി അഥവാ കൈ എന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മളുടെ ഇക്വേഷൻ കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്, അതിനെ കുറിച്ച് പറയാം. ഐ എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്, എച്ച് എന്ന് പറയുന്നത് മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ആണ്. അപ്പൊ ഇത്ര കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് പറഞ്ഞത്, സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. ഇതിനെ പറയുന്നതാണ് സസെപ്റ്റിബിലിറ്റി എന്ന് പറയാം. ഓക്കെ, ഇത് ഈ റേഷ്യോനാണ് സസെപ്റ്റിബിലിറ്റി എന്ന് പറയാം. അതിനെ കൈ എന്നുള്ള ലെറ്ററിലാണ് സൂചിപ്പിക്കുക. അപ്പൊ ഇത്ര ബേസിക് ആയിട്ടുള്ള 4 പാരാമീറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ 4 പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യുക, ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിന് 4 പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ 4 പാരാമീറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, ഇപ്പോ നമ്മള് 4 പാരാമീറ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു റിലേഷൻഷിപ്പ് പറയാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ തമ്മിലാണ്, പെർമിയബിലിറ്റിയും അതുപോലെ തന്നെ സസെപ്റ്റിബിലിറ്റിയും. അപ്പൊ സസെപ്റ്റിബിലിറ്റി നമ്മളിപ്പം പഠിച്ചിട്ടുണ്ട് കൈയാണ്. പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അവിടെ മ്യൂ ആണ് അല്ലെ. മ്യൂവും കൈയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സോളിനോഡ് കൺസിഡർ ചെയ്യാണ്. അപ്പൊ സോളിനോഡ് പറഞ്ഞാൽ എന്താ, ഒരു കുറെ കമ്പിച്ചുകൾ ചുറ്റി വെച്ചിരിക്കുന്ന സെറ്റപ്പിനെ പറയുന്ന പേരാണ് സോളിനോഡ് എന്ന് പറയാം. അപ്പൊ സോളിനോഡിനുള്ളിൽ ഞാൻ കറന്റ് പാസ് ചെയ്യാണ്. അപ്പൊ ഞാൻ ഈ സോളിനോഡ് ഉണ്ട്, അപ്പൊ സോളിനോഡിനുള്ളിൽ ഞാൻ ഐ എന്നുള്ള ഒരു കറന്റ് പാസ് ചെയ്യാണ്. കറന്റ് പാസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ കറന്റ് ഇവിടെ പോയിട്ട് മറു എൻഡിലെത്തില്ലോ അടുത്ത വശത്തെത്തും. ഓക്കെ, അപ്പൊ ഈ സോളിനോഡിൽ കറന്റ് ഞാൻ പാസ് ചെയ്യാണ്. അപ്പൊ ഈ സോളിനോഡ് അടുത്തടുത്ത് ചുറ്റുകളാണല്ലോ. അപ്പൊ ചുറ്റുകളുടെ കറന്റ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഏതൊരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിലും അതിലൂടെ കറന്റ് പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അതിന് ചുറ്റും എന്തെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, ഉണ്ടാകും. ഓക്കെ, അപ്പം ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുക. ഈ സോളിനോഡിലൂടെ കറന്റ് പാസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ, അത് ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പറയുന്നത് ഫ്രീ സ്പേസിലെ മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ് ഫ്രീ സ്പേസിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. എന്താണ് ഫ്രീ സ്പേസിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അതുപോലെ തന്നെ സപ്പോസ് എന്റെ കയ്യിൽ ഒരു മെറ്റീരിയൽ ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു മെറ്റീരിയൽ ഞാൻ എന്ത് ചെയ്യാം, ഇത് ഈ ഒരു സോളിനോഡിനുള്ളിൽ പ്ലേസ് ചെയ്തു. ഇതെന്താണ് സോളിനോയിഡ് കേട്ടോ, സോളിനോയിഡ്. അപ്പൊ ഈ സോളിനോയിഡ് സെറ്റപ്പിനുള്ളിലേക്ക് ഞാൻ എന്റെ കയ്യിലുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടുവച്ചു. ആ ഒരു മെറ്റീരിയൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ എന്ത് ചെയ്യുക, മാഗ്നറ്റൈസ് ചെയ്യല്ലോ. ആ മെറ്റീരിയൽ എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യുക, ആ മെറ്റീരിയൽ എന്ത് ചെയ്യുക, മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പറയാൻ പറ്റും മാഗ്നറ്റിക് ഫീൽഡിന്റെ മെറ്റീരിയൽ. ഓക്കെ, അപ്പം 2 കാര്യങ്ങളാണുള്ളത്. അപ്പൊ ഒരു സോളിലൂടെ കറന്റ് കടന്നു പോകുമ്പോൾ നമുക്ക് 2 കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറ്റും. അത് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡിനെ പറയുന്ന പേരാണ് ഫ്രീ സ്പേസിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. അത് റെപ്രസെന്റ് ലെറ്റർ B0 എന്നാണ്. എന്താ ഫ്രീ സ്പേസ് എന്ന് പറയുമ്പോൾ B0യിലെ മാഗ്നറ്റിക് ഫീൽഡ് B0 എന്ന് പറയും. ഓക്കെ, B0. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും വേറൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഒരു മെറ്റീരിയൽ എന്ത് ചെയ്യാം, മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അതിന് റെപ്രസെന്റ് ചെയ്യുന്ന പേരാണ് BM. എന്താണ് BM.
ഓക്കെ, അതായത് നമുക്ക് അവിടെ കിട്ടുന്ന എന്ത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇവിടെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ആ മെറ്റീരിയലിനുള്ളിൽ ഫ്രീ സ്പേസിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ കൂടാതെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് ഫീൽഡ് പ്ലസ് ഫ്രീ സ്പേസിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അങ്ങനെയാണ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യണം. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ബി എന്നുള്ള ലെറ്ററാണ് സൂചിപ്പിക്കുക. അപ്പം ബി B0 പ്ലസ് BM നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പം ഫ്രീ സ്പേസിലെ മാഗ്നറ്റിക് ഫീൽഡ് പ്ലസ് മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് ഫീൽഡ്, അതിനാണ് എന്ത് ചെയ്യുക, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പം B0ക്ക് പകരമായിട്ട് B0 μ0 ഇൻറ്റു എച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, B0 μ0 ഇൻറ്റു എച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. B μ0 ഇൻറ്റു എച്ച്. അങ്ങനെയാണെങ്കിൽ ഫ്രീ സ്പേസിൽ മാഗ്നറ്റിക് ഫീൽഡ് B0 μ0 ഇൻറ്റു എച്ച് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ BM പരമായിട്ട് ഓക്കെ മെറ്റീരിയൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതാൻ പറ്റും μ0 ഇൻറ്റു I എന്നാണ്. എന്താണ് μ0 ടൈംസ് ഇന്റൻസിറ്റി. ക്ലിയർ ആണല്ലോ? μ0 ടൈംസ് ഇന്റൻസിറ്റി, ഇതിനാണ് എന്താ പറയാ, മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് കാര്യം കിട്ടിയ ഇക്വേഷൻസ് നമ്മൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താ കിട്ടുക നമുക്ക് നോക്കാം. ബി എന്ന് പറഞ്ഞാല് B B0 μ0 H പ്ലസ് μ0 ടൈംസ് I എന്നല്ലേ. ഓക്കെ, അപ്പം B μ0 H പ്ലസ് μ0 I. ഇനി നമുക്ക് ഇവിടെ μ0 രണ്ടിലും കോമൺ ആണ്, നമ്മൾ പുറത്തേക്ക് എടുക്കാം. ഈക്വൽ ടു μ0 ഇൻറ്റു H പ്ലസ് I എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, μ0 ഇൻറ്റു H പ്ലസ് I. അപ്പൊ ടോട്ടൽ മാഗ്നറ്റിക് B0 μ0 ഇൻറ്റു H പ്ലസ് I നമുക്ക് കിട്ടി. നമ്മൾ ഇതിനൊന്ന് അടുത്ത പേജിലേക്ക് എടുത്തേതാ. ഓക്കെ, അപ്പൊ എന്താ B μ0 ഇൻറ്റു H പ്ലസ് I എന്ന് എഴുതാൻ പറ്റും. B0 ഇൻറ്റു H പ്ലസ് I. ഓക്കെ, അപ്പൊ ഇത്ര കാര്യം നമുക്ക് കിട്ടി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ എച്ചിനെ നമ്മൾ കോമൺ ആക്കി എടുക്കുകയാണ്. അപ്പൊ ഇത് എന്തിനാ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, റിലേഷൻഷിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ്. മ്യൂവും അതുപോലെ സൈൻ തമ്മിൽ റിലേഷൻഷിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ കോമൺ ആക്കി എടുക്കുന്നത്. ഓക്കെ, B μ0 എച്ചിനെ പുറത്തേക്ക് എടുത്തു. എച്ചിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഇവിടെ ഒരു 1 വരും പ്ലസ് I/H. I/H എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുക, I/H. ഓക്കെ, അപ്പൊ ഒരു എച്ചിനെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു 1 വരും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്രാക്കറ്റിനുള്ളിലുള്ള ക്വാണ്ടിറ്റി ഒരു ക്വാണ്ടിറ്റിയിൽ പുറത്തെടുത്തത്. അപ്പൊ ഒരു ക്വാണ്ടിറ്റി പുറത്തെടുത്തു കഴിഞ്ഞാൽ അടുത്ത ക്വാണ്ടിറ്റി നമ്മളെ പ്ലസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പം I/H എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമുക്ക് ഇവിടെ പറയാൻ പറ്റും I/H നമ്മൾ പറയുന്ന പേരാണ് സൈൻ. കൈ I/H എന്ന് പറഞ്ഞാൽ കൈയാണ്. സസെപ്റ്റിബിലിറ്റി സൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനുവേണ്ടി കൈന്ന് കൊടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ B μ0 H ഇൻറ്റു 1 പ്ലസ് കൈന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണ്? B μ0 H ഇൻറ്റു 1 പ്ലസ് കൈന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഈ എച്ചിനെ നമ്മൾ എന്ത് ചെയ്യുക, താഴത്തേക്ക് എടുക്കുക. അതിൽ എച്ചിനെ നമ്മുടെ സമത്തിന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പം B/H μ0 ഇൻറ്റു 1 പ്ലസ് കൈന്ന് എഴുതാൻ പറ്റും. B/H μ0 ഇൻറ്റു 1 പ്ലസ് കൈന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നമുക്ക് കിട്ടി. B/H നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് B/H? B/H എന്ന് പറഞ്ഞാല് മ്യൂ എന്നല്ലേ പഠിച്ചത്. B/H എന്ന് പറഞ്ഞാൽ മ്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അതായത് ഇപ്പൊ നമുക്കറിയാം B μH അല്ലേ. B μH ആണ്. ഈ ഇക്വേഷന്റെ പ്രകാരം നമ്മൾ ഇങ്ങനെ എടുത്തു നോക്കിയേ. അപ്പം B/H എന്ന് പറയുന്നതല്ലേ മ്യൂ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാലോ. μ μ0 ഇൻറ്റു 1 പ്ലസ് കൈ. ഓക്കെ, അപ്പൊ നമ്മൾ ബാക്കി അടുത്ത പേജിലേക്ക് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ μ0 ഇൻറ്റു 1 പ്ലസ് കൈ എഴുതാൻ പറ്റും. B μ0 ഇൻറ്റു 1 പ്ലസ് കൈ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അറിയാൻ പറ്റും μ ഞാൻ പറഞ്ഞിട്ട് പെർമിബിലിറ്റി എന്ന് പറഞ്ഞാല് പെർമിബിലിറ്റി നമ്മൾ എഴുതാ. പെർമിബിലിറ്റി ഫ്രീ സ്പേസിലെ പെർമിബിലിറ്റി പ്ലസ് റിലേറ്റീവ് പെർമിബിലിറ്റി ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക, ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കിട്ടി. ഈ ഇക്വേഷൻ നമ്പർ 2 എന്ത് ചെയ്യുക, 1ലേക്ക് കൊടുക്കാം. അങ്ങനെ എന്താ വരിക ശ്രദ്ധിക്കാം. μ0 പ്ലസ് μr ആണ്. അപ്പൊ μ0 പ്ലസ് μr അല്ലെ, സോറി μ0 ഇൻറ്റു μr ആണ്. ഒരു മിനിറ്റ്, μ0 ഇൻറ്റു ഒരു മിനിറ്റ്. ഓക്കെ, μ0 ഇൻറ്റു μr ആണ്. അപ്പൊ μ0 ഇൻറ്റു μr ആണ്. അപ്പൊ μ0 ഇൻറ്റു ഒരു മിനിറ്റ്, μ0 ഇൻറ്റു μr ഈക്വൽ ടു μ0 ഇൻറ്റു 1 പ്ലസ് കൈന്ന് കിട്ടി. ഓക്കെ, അപ്പൊ എന്താ കിട്ടി, μ0 ഇൻറ്റു μr. മ്യൂ ഈക്വൽ ടു എന്താ, പെർമിബിലിറ്റി. പെർമിബിലിറ്റി μ0 ഇൻറ്റു μr ആണ്.
മ്യൂ0 ഇൻറ്റു മ്യൂ ആർ ഇസിക്കൽ ടു മ്യൂ0 ഇൻറ്റു 1 പ്ലസ് കൈ എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, വെട്ടിപ്പോളെ ഭാഗങ്ങളൊക്കെ വെട്ടിപ്പോവുക. വെട്ടിപ്പോയി കഴിഞ്ഞാൽ മ്യൂ0 വെട്ടിപ്പോയി. ബാക്കി എന്താ ഉള്ളത്? മ്യൂ ആർ ഇസിക്കൽ ടു 1 പ്ലസ് കൈ എഴുതാൻ പറ്റും. മ്യൂ ആർ ഇസിക്കൽ ടു 1 പ്ലസ് കൈ എഴുതാൻ പറ്റും. ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മ്യൂ ആൻഡ് കൈ. മ്യൂവും കൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണാനുള്ള ഇക്വേഷനാണ് മ്യൂ ആർ ഇസിക്കൽ ടു 1 പ്ലസ് കൈ എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ബോക്സിലിട്ട് വെക്കുക. ഓക്കെ. അപ്പൊ ഇതെന്താ പറഞ്ഞത്? ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പെർമിയബിലിറ്റി ആൻഡ് സസെപ്റ്റിബിലിറ്റി. പെർമിയബിലിറ്റിയും അതുപോലെ സസെപ്റ്റിബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അപ്പൊ എന്താ പറഞ്ഞത്? ആ റിലേഷൻഷിപ്പ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പൊ മ്യൂ ആർ ഇസിക്കൽ ടു 1 പ്ലസ് കൈ എന്നുള്ള റിലേഷൻഷിപ്പ് ആണ്. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ മ്യൂ ആർ ഇസിക്കൽ ടു 1 പ്ലസ് കൈ. ഇതൊന്ന് ബോക്സിലിട്ടുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഭാഗത്തേക്ക് വേണ്ടി പോവാണ്. ഓക്കെ. അപ്പൊ നമ്മളെ എക്സാമിന് +2 എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പ്രോപ്പർട്ടീസ് എന്ന് പറയാം അല്ലെ. അപ്പം പ്രോപ്പർട്ടീസ്, അപ്പം ചില മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടോ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സം മെറ്റീരിയൽസ്. ചില മെറ്റീരിയലുകൾ ഉണ്ട്. ആ മെറ്റീരിയലുകൾ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ചില പ്രത്യേകമായിട്ടുള്ള സ്വഭാവം കാണിക്കും. അപ്പോൾ ആ മെറ്റീരിയൽസ് ഏതൊക്കെ നമ്മൾ ആദ്യം പറയണം. ഈ ചില മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ചില ഡിഫറെന്റ് കുറെ മെറ്റീരിയൽസ് ഉണ്ട്. അതിന് 3 മെറ്റീരിയൽസിന് മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതിൽ ഫസ്റ്റ് പിന്നെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അതുപോലെ തന്നെ പാരമാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ട്, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ഈ മെറ്റീരിയലിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. അപ്പം അതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. അപ്പം മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ ഞാൻ ഇപ്പം പറഞ്ഞല്ലോ, ഡയ, പാര ആൻഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പൊ ഇവയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ സപ്പോസ് ഞാൻ എടുത്തിരിക്കുന്ന ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെന്ന് വിചാരിച്ചോ. ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഞാൻ ഇവിടെ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ആ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അപ്പം വീക്ക്ലി റിപ്പൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. അതായത് ഇപ്പൊ സപ്പോസ് ഞാൻ ഇവിടെ പറയാം, ഇപ്പൊ ഒരു ഡയാമാഗ്നറ്റിക് ആണ്. ഈ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഞാൻ എന്ത് ചെയ്യാം, ഒരു മാഗ്നറ്റിന്റെ അടുത്ത് കൊണ്ടുവെക്കുകയാണ്. എന്താണ്, ഒരു നോർത്ത് ആൻഡ് സൗത്ത് എല്ലാം ഉണ്ടാവുക. ഈ മാഗ്നറ്റിന്റെ അടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, വീക്കായിട്ട് റിപ്പൽ ചെയ്യും. അതായത് അട്രാക്ട് ചെയ്യൂല. അത് വളരെ ചെറിയ രീതിയിൽ മാത്രമേ അട്രാക്ട് ചെയ്യുള്ളൂ. അതായത് റിപ്പൽ ചെയ്യുന്ന പറയാം. ക്ലിയറോ? അത് വീക്കിലി അട്രാക്ട് ചെയ്യും. അതായത് റിപ്പൽ ചെയ്യാം. മനസ്സിലായോ? അത്രത്തോളം അട്രാക്ഷൻ ഉണ്ടാവില്ല, എന്നാലും ചെറിയ രീതിയിൽ അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്തായിരുന്നു? ഇപ്പം ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞേ വീക്കിലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ആ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയാം. ഓക്കെ. ഇനി ഞാൻ അതേപോലെയാണ് പാരമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ച് എന്ത് ചെയ്യുക, അട്രാക്റ്റഡ് ആവും. ഇപ്പൊ സപ്പോസ് ഞാൻ അവിടെ പറഞ്ഞു, ഇപ്പം ഡയാന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പാരാണ് കൊണ്ടുവച്ചോ, പാരമാഗ്നറ്റിക് ആണ് വെച്ചത്, ഒരു മാഗ്നറ്റിന്റെ അടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് അട്രാക്ട് ചെയ്യും. ഓക്കെ, അട്രാക്ട് ചെയ്യും. ഈ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് പാരമാഗ്നറ്റിക് എന്ന് പറയാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ പറയാനുള്ള ഒരു മെറ്റീരിയൽ ആണ് ഫെറോമാഗ്നറ്റിക്. എന്താണ് ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ശ്രദ്ധിക്കാം. ഒരു മാഗ്നറ്റിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കുക, ഒരു മാഗ്നറ്റിന്റെ നോർത്ത് ആൻഡ് സൗത്തുള്ള മാഗ്നറ്റിന്റെ അടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, അതായത് ഫെറോമാഗ്നറ്റിക് കൊണ്ടുവച്ച് എന്ത് ചെയ്യുക, സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യും. ഇത് വളരെ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യുക, അട്രാക്ട് ചെയ്യും. ഈ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പം എന്തൊക്കെ 3 കാര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞു, അത് നോക്കാം. ഡയാമാഗ്നറ്റിക് ആണ് വീക്കിലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ. പിന്നെ പാരാമാഗ്നറ്റിക് അട്രാക്റ്റഡ് ടുവേർഡ്സ് മാഗ്നറ്റിക് ഫീൽഡിനായിട്ട് എന്ത് അട്രാക്ഷനിലാണ് ഇത് പാരാമാഗ്നറ്റിക്സ്. ഓക്കെ. അതുപോലെ തന്നെ ഫെറോമാഗ്നറ്റിക്സിന്റെ സ്ട്രോങ് ആയിട്ട് അട്രാക്ഷനിലാണ്. ഓക്കെ. സ്ട്രോങ്ലി അട്രാക്റ്റഡ് ടു മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഈ 3 ബേസിക് കാര്യങ്ങളാണ് പഠിച്ചേക്കേണ്ടത്. അപ്പൊ ഡയ, പാര, ഫെറോ. ഇപ്പൊ ഡയ എന്ന് പറഞ്ഞാൽ എന്താ, അട്രാക്ട് ചെയ്യും, പക്ഷെ വളരെ കുറവാണ്, വീക്ക് ആയിട്ടാണ് അട്രാക്ഷൻ ഉണ്ടാവുക. പിന്നെ പാരാണ് സമയത്ത് എന്ത് അട്രാക്റ്റിലാകും. അതുപോലെ തന്നെ നമ്മൾ പറയാനുള്ള ഫെറോമാഗ്നറ്റിക് ആകുമ്പോൾ സ്ട്രോങ് ആയിട്ട് അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ. ഈ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കാം. ഇപ്പൊ എപ്പോഴും പിന്നെ അടുത്ത ഒരു പ്രോപ്പർട്ടി പറയാൻ പോകുന്നത്, എപ്പോഴും ഈ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് മൂവ് ഫ്രം സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് വീക്ക് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എന്ത് ചെയ്യുക, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. അപ്പൊ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ മൂവ് ഫ്രം സ്ട്രോങ് ടു വീക്ക് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ. സ്ട്രോങ് ടു വീക്ക് റീജിയനിലേക്കാണ് എന്ത് ചെയ്യുക, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ മൂവ് ചെയ്യുക. അതുപോലെ തന്നെ പാരാമാഗ്നറ്റിക് ആകുമ്പോൾ മൂവ് ഫ്രം വീക്ക് ടു സ്ട്രോങ് റീജിയൻ. ഓക്കെ. അപ്പം വീക്ക് ടു സ്ട്രോങ്ങിലേക്ക് മൂവ് ചെയ്യുന്നത് പാരാമാഗ്നറ്റിക് ആണ്. അപ്പൊ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കുന്ന സമയത്ത് സ്ട്രോങ് ടു വീക്കിലേക്ക് റീജിയനിലേക്ക് പോകുന്നത് ഡയാമാഗ്നറ്റിക് ആണ്, വീക്ക് റീജിയൻ ടു സ്ട്രോങ് റീജിയനിലേക്ക് പോകുന്നത് പാരാമാഗ്നറ്റിക് ആണ് എന്ന് നമ്മൾ പറയണം. എപ്പോഴും
സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൽ മാത്രം അലൈൻ ചെയ്ത മെറ്റീരിയൽസിനാണ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പൊ ഫെറോമാഗ്നറ്റിക് കാണുന്ന റീജിയൻ എന്ന് പറഞ്ഞപ്പോൾ സ്ട്രോങ് റീജിയനിലാക്കി മാത്രമായിരുന്നു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ടാവുക. അപ്പൊ ദേ ഓൾവേസ് ഇൻ ദ സ്ട്രോങ് റീജിയനിലാണ് എന്ത് ചെയ്യുക ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ടാവുക. അതാണ് ഇതിന്റെ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞു, സെക്കൻഡ് പ്രോപ്പർട്ടി പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക തേർഡ് പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ഓക്കെ, ദേ അലൈൻഡ് ഇൻ പെർപെൻഡിക്കുലർ വെൻ പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്താ നോക്കാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ മാതിരി തന്നെ ശ്രദ്ധിക്കാം. നമ്മളിപ്പോ ഇവിടെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ചോ, ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഈ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഞാൻ എന്ത് ചെയ്യാം മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവെക്കുക. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് ഉണ്ടാവുക ശ്രദ്ധിക്കാം. അപ്പൊ ഈ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഇതാണ് ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചോ. ഇങ്ങനല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഞാൻ എന്ത് ചെയ്യാം ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ പ്ലേസ് ചെയ്യാൻ പോവാം. എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ നമ്മൾ വരച്ചു. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ വരച്ചു, അതാണ് ബി. ഓക്കെ, ഈ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഞാൻ അവിടേക്ക് പ്ലേസ് ചെയ്യാണ്. ഓക്കെ, ഇവിടേക്ക് പ്ലേസ് ചെയ്യാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഓക്കെ, പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവ എന്ത് ചെയ്യുക ഇങ്ങനെയാണ് അലൈൻ ചെയ്തിരിക്കുക. എന്താണ് ഇങ്ങനെയാണ് അലൈൻ ചെയ്യുക. അത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യുക പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യുക അലൈൻ ചെയ്തിരിക്കുക. മാഗ്നറ്റിക് ഫീൽഡിൽ എപ്പോഴും ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യുക പെർപെൻഡിക്കുലർ ആയിട്ട് അലൈൻ ചെയ്തിരിക്കുക എന്ന് മനസ്സിലാക്കാം. അതാണ് ഇതിലെ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ പ്ലേസ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് എന്ത് സംഭവിക്കും അലൈൻഡ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുക ഇവ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. അതാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത പറയാനുള്ളത് എന്താ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ശ്രദ്ധിക്കുക. ഈ പാരാ ആൻഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ അപ്പൊ എന്തൊക്കെ എടുക്കുക പാരാമാഗ്നറ്റിക്കും അതായത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ എന്ത് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ച് എന്ത് സംഭവിക്കും അല്ലാണ്ട് പാരൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ അവിടെയാണ് നമ്മൾ പാരാമാഗ്നറ്റിക് അല്ലെങ്കിൽ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ടുവച്ചാൽ പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ് പാരലായിട്ട് വന്ന് അലൈൻ ചെയ്തിരിക്കും. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ അതിന് പാരലായിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ പാര ആൻഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ അലൈൻ ചെയ്തിരിക്കുക. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് കൊണ്ടുവയ്ക്കില്ല, അത് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡിലായിരിക്കും ഉണ്ടാവുക. അത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുക ഈ മെറ്റീരിയൽ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ അലൈൻ ചെയ്തിരിക്കുക. അതുപോലെ തന്നെ പാര ആൻഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആകുമ്പോൾ എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുക പാരലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പം അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ അടുത്ത പറഞ്ഞ എന്താ അലൈൻഡ് പെർപെൻഡിക്കുലർ വെൻ പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ദേ അലൈൻഡ് പാരലൽ വെൻ പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം പാരാമാഗ്നറ്റിസം അതുപോലെ തന്നെ ഫെറോമാഗ്നറ്റിസം കാണിക്കുന്ന മെറ്റീരിയൽ എങ്ങനെയാണ് പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും മനസ്സിലാക്കാം. ഓക്കെ, അപ്പം 3 പോയിന്റ് നമ്മളിവിടെ പറഞ്ഞു. ഇനി അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയാൻ പോണത് സസെപ്റ്റിബിലിറ്റി ആൻഡ് പെർമിയബിലിറ്റി, പിന്നെ കുറച്ച് എക്സാമ്പിൾ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇപ്പം ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ അതിന്റെ പെർമിയബിലിറ്റിന്റെ റേഞ്ച് എപ്പോഴും 0 - 1 ഇടയിലായിരിക്കും. അപ്പോൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ അതിന്റെ പെർമിയബിലിറ്റി റേഞ്ച് എപ്പോഴും എവിടെയായിരിക്കും 0 - 1 ഇടയിലായിരിക്കും. അപ്പൊ ലൈസ് ബിറ്റ്വീൻ 0 and 1 0 - 1 ഇടയിലായിരിക്കും അതിന്റെ പെർമിയബിലിറ്റിന്റെ റേഞ്ച് എന്ന് പറയാം. അപ്പൊ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ റേഞ്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും 0 - 1 ഇടയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം ഈ പെർമിയബിലിറ്റി എപ്പോഴും ഒന്നിനെക്കാട്ടും കൂടുതലായിരിക്കും. സസെപ്റ്റിബിലിറ്റി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഒന്നിനെക്കാട്ടും കൂടുതലായിരിക്കും പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യുക പെർമിയബിലിറ്റി എന്ന് പറയാം. ക്ലിയർ ആണ്? പക്ഷെ അവ എന്ത് ചെയ്യുക വളരെ ചെറുതായിരിക്കും. അതായത് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ മ്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, അതുപോലെ സ്മോൾ ആയിരിക്കും. ഓക്കെ, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ എപ്പോഴും ഒന്നിനെക്കാട്ടി വളരെയധികം കൂടുതലായിരിക്കും എന്ത് ചെയ്യുക പെർമിയബിലിറ്റി എന്ന് പറയാം. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കേസിലെ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈസ് ഗ്രേറ്റർ ദാൻ ഓൾവേസ് വെരി ഗ്രേറ്റർ ദാൻ 1 വളരെയധികം കൂടുതലായിരിക്കും പെർമിയബിലിറ്റി എന്ന് പറയാം. അപ്പൊ പെർമിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് പെർമിയബിലിറ്റി വളരെയധികം കൂടുതലെന്ന് ആദ്യം മനസ്സിലാക്കാം. ഇനി നമ്മൾ പറയുന്ന സസെപ്റ്റിബിലിറ്റിന്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് ആവുന്നത് ഡയാമാഗ്നറ്റിക് കേസിന് മാത്രമേ ഉള്ളൂ. അതായത് ഡയാമാഗ്നറ്റിക്കിന്റെ കേസിൽ മാത്രമേ സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. അപ്പൊ സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് ആവുന്നത് ഡയാമാഗ്നറ്റിക്കിന്റെ കേസിൽ മാത്രമേ ഉള്ളൂ ആദ്യം മനസ്സിലാക്കാം. അതുപോലെ സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് ആവുന്ന 2 കേസിലുണ്ട്. ഫെറോമാഗ്നറ്റിക്കിന്റെ കേസിലും അതുപോലെ തന്നെ പാരാമാഗ്നറ്റിക്കിന്റെ കേസിലും സസെപ്റ്റിബിലിറ്റി എന്ത് ചെയ്യുക എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, പോസിറ്റീവ് ആയിട്ട് ഉണ്ടാവുക. പക്ഷേ സസെപ്റ്റിബിലിറ്റി രണ്ടും പോസിറ്റീവ് ആണ്. ഓക്കെ, പക്ഷേ സസെപ്റ്റിബിലിറ്റി പാരാമാഗ്നറ്റിക് കേസിലുള്ള സസെപ്റ്റിബിലിറ്റി എപ്പോഴും ചെറുതായിരിക്കും. പോസിറ്റീവ് ആയാലും പക്ഷെ അഥവാ ചെറുതായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇൻ ദ കേസ് ഓഫ് പാരാമാഗ്നറ്റിക്. ഈ നമ്മൾ പറയുന്ന ഫെറോമാഗ്നറ്റിക്കിന്റെ കേസിലാണ് സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് ആയിരിക്കും പക്ഷെ വളരെ ലാർജ് ആയിരിക്കും. ഓക്കെ, ലാർജ് ആയിരിക്കും, ഇത് സ്മോൾ ആയിരിക്കും. അപ്പൊ എന്തൊക്കെ പറഞ്ഞത് സസെപ്റ്റിബിലിറ്റി ആൻഡ് പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി ആദ്യം പറയാം. പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും 0 - 1 ഇടയിലായിരിക്കും ഇൻ ദ കേസ് ഓഫ് ഡയാമാഗ്നറ്റിക്കിന്റെ കേസിൽ. സസെപ്റ്റിബിലിറ്റിന്റെ റേഞ്ച് 0 - 1 ഇടയിലായിരിക്കും ഇൻ ദ കേസ് ഓഫ് ഡയാമാഗ്നറ്റിക്. പാരാമാഗ്നറ്റിക് ആകുമ്പോൾ എപ്പോഴും സസെപ്റ്റിബിൾ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും ഉണ്ടാവുക, പക്ഷെ സ്മോൾ ആണ്. ഇൻ ദ കേസ് ഓഫ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ സസെപ്റ്റിബിലിറ്റി എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, അത് വളരെ കൂടുതലായിരിക്കും.
ഓക്കെ, പക്ഷെ ലാർജ് ആയിരിക്കും. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് സസെപ്റ്റബിലിറ്റി എടുക്കുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് ഡയാമാഗ്നറ്റിക് പിന്നെ സസെപ്റ്റബിലിറ്റി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അതായത് സ്മോൾ ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് പാരാമാഗ്നറ്റിക്. ഇൻ ദ കേസ് ഓഫ് ഫെറോമാഗ്നറ്റിക്കിന്റെ സസെപ്റ്റബിലിറ്റി ഈസ് പോസിറ്റീവ് ആൻഡ് വെരി ലാർജ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഡിഫറൻസ് പഠിക്കാൻ പോവാണ്. അപ്പം എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡയാമാഗ്നറ്റിക് എപ്പോഴും ടെമ്പറേച്ചറിന് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ആണ് അത് എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിസം കാണിക്കുന്ന മെറ്റീരിയലാണ്. ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യാത്തതെന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ടെമ്പറേച്ചറിന് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. ഇനി അടുത്ത പറയാൻ പറ്റുന്നത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ അതുപോലെ തന്നെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. ഇവ രണ്ട് കേസിലും ടെമ്പറേച്ചറെ ഡിപ്പെൻഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് പാരാ ആൻഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. പാരാ ആൻഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ മാത്രമാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഇവയ്ക്ക് നമ്മൾ കുറച്ച് എക്സാമ്പിൾ നമ്മൾ പഠിക്കാം. ബിസ്മത്ത്, കോപ്പർ, സിൽവർ, AG, ലെഡ്, സിലിക്കൺ, അതുപോലെ തന്നെ വാട്ടർ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എക്സാമ്പിൾ വെക്കുമ്പോൾ സിലിക്കൺ, ലെഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയാം. വാട്ടർ, ബിസ്മത്ത്, കോപ്പർ, ഗോൾഡ് ഇവയൊക്കെ എന്ത് ചെയ്യുക? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഇനി പറയുന്ന പാരാമാഗ്നറ്റിക് എക്സാമ്പിൾ ഏതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പം അലുമിനിയം, പ്ലാറ്റിനം, മാംഗനീസ്, ക്രോമിയം, ഓക്സിജൻ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എക്സാമ്പിൾ. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പൊ ഏതൊക്കെയാണ്? അലുമിനിയം, പ്ലാറ്റിനം, കോപ്പർ, ക്രോമിയം, ഓക്സിജൻ, മാംഗനീസ്. ഓക്കെ, ഇവയൊക്കെയാണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എക്സാമ്പിൾ. ഇനി നമ്മൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അതിന് ഏതൊക്കെ നമ്മൾ എക്സാമ്പിൾ നോക്കാം. അയേൺ, കൊബാൾട്ട്, നിക്കല്, ഗഡോലിനിയം. ഓക്കെ, അയേൺ, കൊബാൾട്ട്, നിക്കൽ, ഗഡോലിനിയം ഇതൊക്കെ എന്ത് എക്സാമ്പിൾ ആണ്? ഫെറോമാഗ്നറ്റിക് എക്സാമ്പിൾ. രണ്ട് എക്സാമ്പിൾ ഒന്നിൽ പഠിച്ചിരിക്കുക. അയേൺ, കൊബാൾട്ട് അല്ലെങ്കിൽ നിക്കൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആണ് ഇതിന്റെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ അതൊന്ന് പഠിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്തത് കുറച്ച് മെറ്റീരിയൽസിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. എന്തൊക്കെ ചില മെറ്റീരിയൽസ് ഉണ്ട്, അതിന്റെ പൊതുവായുള്ള 4 പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ 4 പാരാമീറ്റേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ആ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം കുറച്ച് റിലേഷൻ, പെർമിയബിലിറ്റിയും സസെപ്റ്റബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ B ആൻഡ് H തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പും നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൊതുവായിട്ടുള്ള സ്വഭാവം നമ്മൾ പറഞ്ഞു, ഡയ ആൻഡ് പാര ആൻഡ് ഫെറോ. അപ്പൊ ഈ ഇത്രയും 3 കാര്യങ്ങളാണ് നമ്മളിപ്പോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ ഗുഡ് ബൈ.